ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറേ ഞാൻ വിചാരിക്കുന്നു തേങ്ങാച്ചോറ് ചിക്കൻ കറിയും കഴിക്കണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു ടൈം എനിക്ക് തോന്നി, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ ചിക്കൻ കുറച്ച് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കഴുകി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ചോറ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ മോര് കാച്ചിലാണ് ഇന്ന് ചെയ്യുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ കഷ്ണം ഞാൻ ഇട്ടില്ല കേട്ടോ. വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ രണ്ടും ഞാൻ ഇട്ടില്ല. ഇവിടെ മോര് കാച്ചിയതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അല്ല, കുറച്ച് ഉച്ചക്കത്തേക്ക് മാത്രം കുറച്ച് മതിയല്ലോ. രാത്രിക്ക് നമുക്ക് മറ്റേ തേങ്ങാച്ചോറും പിന്നെ ചിക്കൻ കറി അല്ലേ, അപ്പോൾ ഒരുപാട് ബാക്കി ആവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇവിടെ കാച്ചിയ മോരായാലും തന്നെ ഗ്ലാസ്സിൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് സെറ്റായി. പിന്നെ പണി എടുത്താൽ മാത്രം പോരല്ലോ, എന്തെങ്കിലും അകത്താക്കും വേണ്ട. അപ്പോൾ ചിപ്സ് കണ്ടപ്പോൾ എടുത്ത് കഴിച്ചു. പിന്നെ ചിക്കൻ കറി സെറ്റാക്കാൻ കേട്ടോ, തേങ്ങയുടെ കൊത്തുണ്ട് കേട്ടോ. അതില്ലാത്ത ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കലില്ലല്ലോ, കുറവാണ്. അങ്ങനെ കുക്കറിലിട്ട് രണ്ടടി അടിച്ച് സിമ്പിൾ ചിക്കൻ കറി റെഡി. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളിയായിരുന്നു ചിക്കൻ കറി. അങ്ങനെ ചിക്കൻ കറിയും മോര് കാച്ചിയതും കൂട്ടി ചോറ് ഞാൻ കഴിച്ചു. ഫസ്റ്റ് ഏട്ടൻ കഴിച്ചു, പിന്നെ ഞാൻ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ടുകൂടെ നമുക്ക് തേങ്ങാച്ചോറ് സെറ്റാക്കാൻ. ചെറുള്ളിയാണ് തേങ്ങാച്ചോറിന് നല്ല ബെസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ചെറുള്ളി കുറച്ചുള്ളൂ. ഞാൻ പിന്നെ ഒരു സവാള അങ്ങ് എടുത്തിട്ട് പിന്നെ തേങ്ങയും ചിരകിയിട്ട് പിന്നെ അരിയിലേക്ക് ഉലുവയും ഇതൊക്കെ ഇട്ട് അതങ്ങോട്ട് കഴുകി, നല്ലോണം അങ്ങോട്ട് കഴുകി. ഇവർ രാത്രി അധികവും ചപ്പാത്തി ചിക്കൻ കറി, പത്തിരി ചിക്കൻ കറി, പുട്ട് ചിക്കൻ കറി, പിന്നെന്താ ഓട്ടട ചിക്കൻ കറി, അതൊക്കെ ആയിട്ടുണ്ടാവല്. കപ്പ ചിക്കൻ കറി അതൊക്കെ ഉണ്ടാവല്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതൊക്കെ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവല്. അങ്ങനെ തേങ്ങാച്ചോറിനുള്ളതൊക്കെ സെറ്റാക്കാണ് നമ്മൾ. തേങ്ങ ഇട്ടു, സവാള ഇട്ടു, അങ്ങനെ ഇട്ട് തേങ്ങാച്ചോറ് 2 വിസിലടുപ്പിച്ചിട്ടോ കുക്കറിൽ. പക്ഷെ പിന്നെ വെന്തില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടി ഒലൊഴിച്ച് ഒറ്റ വിസിലും കൂടെ അടിച്ച്. അങ്ങനെ തേങ്ങാച്ചോറ് നല്ല അടിപൊളിയായി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ തേങ്ങാച്ചോറും ചിക്കൻ കറിയും. കുറേ നാൾ കൂടി കഴിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊരുപാട് ഇഷ്ടമായി. ഫസ്റ്റ് ഞാനാണ് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്കും ചെയ്യണം.